ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ പ്രതീകങ്ങളിലൊന്നായ തവന്നൂർ മണ്ഡലം ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ പോരാട്ടഭൂമിയിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. 77.91 ഇത്തവണ തവന്നൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. 74.33% 2021 വർദ്ധിച്ചത് 3.58% പോളിംഗ് ആണ്. പോളിംഗ് ശതമാനം കൂട്ടിയും കിഴിച്ചും നോക്കി വിജയം ഉറപ്പിക്കുമ്പോഴും ഫലം വരുവോളം ഇരുമുന്നണികൾക്കും ചങ്കിടിപ്പാണിവിടം. 2011 മണ്ഡലം നിലവിൽ വന്നത് മുതൽ ഡോക്ടർ KT ജലീൽ എന്ന അതികായകൻ പടുത്തുയർത്തിയ രാഷ്ട്രീയ മേധാവിത്വത്തിന് ഇത്തവണ DCC പ്രസിഡന്റ് VS ജോയിലൂടെ വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഡോക്ടർ KT ജലീലിനെ കൈവിടാത്ത ചരിത്രമാണ് തവന്നൂരിലുള്ളതെങ്കിലും ഓരോ വട്ടവും മാറിമറിയുന്ന ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രമേൽ ചലനാത്മകമാണെന്ന് വ്യക്തമാക്കുന്നത്. 2011 കോൺഗ്രസ് നേതാവ് VV പ്രകാശിനെ 6884 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ജലീലിന്റെ ജൈത്രയാത്ര 2016 ഇഫ്തിഖാറുദ്ദീനെതിരെ 17,064 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ UDF കാറ്റ് ശക്തമായി വീശിയപ്പോൾ തവന്നൂരിലും അതിന്റെ ആഘാതം പ്രകടമായി. ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലിനെ കളത്തിലിറക്കി UDF നടത്തിയ പരീക്ഷണം ജലീലിന്റെ ഭൂരിപക്ഷത്തെ വെറും 2564 വോട്ടുകളിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള പൊന്നാനിക്കൊപ്പം മലപ്പുറത്തെ ചുവപ്പ് രേഖയായി തവന്നൂർ അന്ന് നിലകൊണ്ടെങ്കിലും നേരിയ വോട്ടുകൾക്ക് കൈവിട്ടു പോയ വിജയം ഇത്തവണ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് കരുത്തനായ VS ജോയിയെ തന്നെ രംഗത്തിറക്കി പോരാടിയത്. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും തന്റെ വ്യക്തിപരമായ ജനസ്വാധീനവും മുൻനിർത്തിയാണ് KT ജലീൽ ഇത്തവണ 5ാം പോരാട്ടത്തിന് ഇറങ്ങിയത്. അതിനിടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ തയ്യാറെടുത്തിരുന്നു KT ജലീൽ. വിരമിക്കൽ മൂഡിലായിരുന്ന അദ്ദേഹത്തെ പെട്ടെന്നാണ് പാർട്ടി വീണ്ടും ഗോദയിലേക്ക് ഇറക്കിയത്. ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന നിലയിൽ പാർട്ടി വോട്ടുകൾക്ക് പുറമെ പൊതുസമ്മതരായ വോട്ടർമാരെ കൂടി ഒപ്പം നിർത്താൻ അദ്ദേഹത്തിനുള്ള കഴിവ് മണ്ഡലത്തിൽ എന്നും നിർണായകമാണെന്നും ഫലം വരുമ്പോൾ കോട്ട തകർക്കപ്പെടില്ലെന്നുമാണ് LDFന്റെ വിശ്വാസം. എന്നാൽ മറുഭാഗത്ത് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്ന VS ജോയി എത്തിയപ്പോൾ പോരാട്ടം രാഷ്ട്രീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ഭരണവിരുദ്ധ വികാരവും കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിലെ പൊന്നാനി ബ്ലോക്ക് ഒഴികെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും UDF ആണ് ഭരിക്കുന്നത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ മാത്രമാണ് UDFന് ഭരണം ലഭിച്ചത്. ഇതും വിജയത്തിലേക്കുള്ള പടവുകളാവുമെന്നും UDF കരുതുന്നു. ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യം ഇപ്പോൾ ഇല്ലെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിലും മണ്ഡല രൂപീകൃതമായ നാൾ മുതൽ തങ്ങളോടൊപ്പം നിന്ന മണ്ഡലം എന്ന നിലയിൽ തവന്നൂർ ഇത്തവണയും ഇടത്തോട്ട് തന്നെ ചിന്തിക്കുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും ഇരുമുന്നണികളും ഒരുപോലെ ആവേശം പ്രകടിപ്പിച്ച തവന്നൂരിൽ ആരു വാഴും ആരു വീഴുമെന്നത് മലപ്പുറത്തെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ഗതിവിധികളെ കൂടി നിർണയിക്കുന്ന ഒന്നായിരിക്കും. ന്യൂസ് 99 തവന്നൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.